നമുക്കൊരു സിനിമ കാണാൻ പോയല്ലോ. ഒരു ടോഡ്ലറിനെ കൊണ്ട് സിനിമ കാണാൻ പോകുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്കിനി ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യണം. ജിലുവിനെ കൊണ്ടുവരുന്നതിന് മുമ്പേ ഞാൻ അവൾക്കുള്ള ഉടുപ്പ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അവളെയും കൊണ്ടാണ് ഞാൻ ഉടുപ്പ് ചൂസ് ചെയ്യാൻ നിന്നായിരുന്നെങ്കിൽ ആ ബെഡിൽ നിറയെ ഉടുപ്പുകൾ ഇങ്ങനെ നിരന്ന് കിടന്നേനെ. ഏതായാലും ഞാനൊരു വൈറ്റ് ആൻഡ് ബ്ലൂ, ജിലു ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ആണ് ഇടുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു മാച്ചിങ് ഇല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉടുപ്പ് മാറിയിട്ട് വരാം. സോ ഉടുപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെയുണ്ട് ഗൈസ്, കമന്റ് ബിലോ. ജിലുവിന് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒന്ന് ഇങ്ങനെ ഷോയൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ ജനിച്ചപ്പോൾ തൊട്ടേ ഇതല്ലേ കാണുന്നത്. അമ്മ അപ്പനെ എപ്പോഴും ക്യാമറയിൽ നോക്കി എന്തൊക്കെയോ കാണിക്കുന്നു. ഏതായാലും കൊച്ചു വളർന്നു വരുന്ന ചെറിയൊരു ബ്ലോഗർ ആകാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ഇനി വിന്റർ ആണ്, ഇതുവരെ വിന്റർ മാറിയിട്ടില്ല. സ്പ്രിങ്ങിന് ഏകദേശം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ജാക്കറ്റ് മുഖ്യമാണ്. അപ്പം നമ്മൾ 2 ജാക്കറ്റാണ് ജിലുവിന് ചൂസ് ചെയ്തത്. ഫസ്റ്റ് വൺ അവൾ എടുത്തിട്ട് വന്നതാണ്, അതൊരു ബ്ലേസർ ടൈപ്പാണ്. ഏതായാലും ഈ തണുപ്പത്ത് അത് പറ്റില്ല, പക്ഷെ അതെങ്ങനെ ഒഴിവാക്കുമെന്ന് കരുതിയിരുന്നപ്പോൾ അവൾ തന്നെ അത് വേണ്ടാന്ന് വെച്ചോട്ടോ. അപ്പം രണ്ടാമത്തെ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച നല്ല അടിപൊളി ഒരു ജാക്കറ്റാണ്, ഒരു ഫോർമൽ വെയർ പോലെ. ഇതിന്റെ ഒരു റെഡാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ല ഭംഗിയുണ്ട് അത് ഇട്ട് കഴിഞ്ഞപ്പം. ആർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൾ അത് ഇട്ടപ്പോൾ തൊട്ടേ ഭയങ്കര ഹാപ്പിയാണ്. ടോഡിലേഴ്സിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിന്റർ, നമുക്ക് സ്പ്രിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ ഒരു കോട്ടാണ് ഇത്. വേണമെങ്കിൽ എനിക്ക് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ DM ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പം ജിലുവിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് കറങ്ങി കഴിഞ്ഞാൽ ശരിയാത്തില്ല, എന്റെ ഒരുക്കങ്ങളൊന്നും കഴിയത്തില്ല. ചെറുതായിട്ടൊന്ന് മേക്കപ്പും പിന്നെ ഹെയറും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഡ്രസ്സ് ചെയ്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ബാഗും ഒക്കെ ഒന്ന് എടുത്തിട്ട് ഇറങ്ങിയാൽ മതി. ഏതായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് മുമ്പേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളാണ് ഈ ചാടിത്തുള്ളി വരുന്നത്. ഏതായാലും ഫുഡ് കഴിക്കൽ നടക്കത്തില്ല, നമ്മളിവിടെ നേരെ ചെല്ലുമ്പം സിനിമ തുടങ്ങാൻ സമയമാകും. സാധാരണ വീടുകളിൽ പെണ്ണുങ്ങളാണ് റെഡി ആവാൻ ലേറ്റ് ആകുക എന്ന് പറയും. എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്, അച്ചാച്ചനാണ് നല്ല സമയം എടുക്കുന്നത്. മിക്കപ്പോഴും ഞാനും ജിലും റെഡി ആയിട്ട് ഇതേപോലെ വെയിറ്റിംഗ് ആണ്. ഞാൻ സപ്ലിമെന്റ്സ് എടുക്കുകയാണ്, ഫോളിക് ആസിഡ് ആൻഡ് വൈറ്റമിൻസിന്റെ. പിന്നെ ഒരു സോൾട്ട് ബിസ്ക്കറ്റ് കൂടി കഴിച്ചു. ഞാൻ BP കുറവാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പോകുന്ന വഴിക്ക് എവിടെ കയറി ഫുഡ് കഴിക്കണമെന്നൊക്കെ നോക്കി വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഏതായാലും ഇനി സമയം തികയത്തില്ല. നമുക്ക് പോകുന്ന വഴിക്ക് മെക്ഡീന്ന് ഏതെങ്കിലും ഒരു സാൻഡ്വിച്ച് മേടിച്ചിട്ട് ഓടാം. റെഡിയായി ഇറങ്ങാനായിട്ട് പോയപ്പോൾ ജില് ഞങ്ങളെ ഞെട്ടിച്ചു. അവൾ ഡോറിന്റെ ലോക്ക് അൺലോക്ക് ചെയ്യുന്നുണ്ട്. അത് ചുമ്മാ പ്ലേ ചെയ്യാണ് അത് അൺലോക്ക് ചെയ്ത് വെച്ചിട്ട്. ഏതായാലും വേറെ ലോക്കൊന്നും ആ ഡോറിന് ഇല്ലാത്തതുകൊണ്ടും അത് മെയിൻ ഡോർ ആയതുകൊണ്ട് ഡോർ തുറന്നാൽ നേരെ ഫ്രണ്ടിൽ മെയിൻ റോഡുമാണ്. ഏതായാലും പുതിയൊരു ലോക്ക് മുകളിൽ അവർക്ക് എത്താത്ത സൈഡ് വെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ജിലു ഒരുപാട് വളർന്നു പോയിരിക്കുന്നു. സാധാരണ പിള്ളേരെ പോലെ അധികം കുട്ടീശ്വരൊന്നും കാണിക്കാത്ത ഒരു ടൈപ്പായിരുന്നു ജിലു. ഇപ്പൊ ഇച്ചിരി കുട്ടീശ്വരം കൂടുന്നുണ്ട്. ഏതായാലും റെഡിയായി ഇറങ്ങിയപ്പോഴാണ് ഞാൻ നോക്കിയത്, അവള് ഭയങ്കര ലേഡി ലുക്ക്, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒരുമാതിരി പിച്ചക്കാരി ആയി പോയോ എന്നൊരു ഡൗട്ട്. ഇനിയിപ്പോ ഡ്രസ്സ് ഏത് സ്റ്റൈലിൽ ഇട്ടാലും പിങ്ക് ഷൂവും പിങ്ക് ബാഗും ഒരിക്കലും മാറത്തില്ല. അത് ഏത് കളർ ഡ്രസ്സ് ആയാലും പിങ്ക് ഷൂവും പിങ്ക് ബാഗും മസ്റ്റാണ്. അതുകൊണ്ട് അവൾക്ക് തന്നെ അത്യാവശ്യം നല്ല പിങ്ക് ഷൂസ് ഒരുപാടുണ്ട് കേട്ടോ. മേടിക്കുന്നതെല്ലാം പിങ്ക് കളറാണ്. ബാഗ് പിന്നെ അത് ഞങ്ങൾ കൂടപ്പറപ്പാണ്, കൊണ്ട് നടക്കും. അപ്പം ഞങ്ങൾ തിയേറ്ററിൽ വന്ന് നല്ലൊരു തിയേറ്റർ ആയിരുന്നു. ഇരുന്ന് നമുക്ക് കാലൊക്കെ നീട്ടി വെച്ചിരുന്ന സിനിമ കാണാം. അപ്പൊ നമ്മൾ വന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മിക്സ്ഡ് റിവ്യൂ ആണ് ഞങ്ങൾക്ക് ഈ മൂവിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ആട് 3 ആണ് നമ്മൾ കാണാൻ വന്ന പടം. ഇന്നായിരുന്നു ഇവിടുത്തെ റിലീസ്. ജെന്യുവൻലി ഞാൻ പറയാം, ഇടയ്ക്ക് വെച്ചൊന്നും ഉറങ്ങിപ്പോയായിരുന്നു, കാരണം ഒരുപാട് ലാഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് കോമഡീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ചിരിക്കാനായിട്ട്. ഏതായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെക്കണ്ടായിരുന്നു, ഒന്നിച്ച് ഒരു പാർട്ട് തന്നെ മതിയായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായമായിരുന്നു കേട്ടോ. ഏതായാലും ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.